കൊട്ടാരക്കരയിൽ 4 സർജറി കഴിഞ്ഞിട്ടും സംസാരിക്കാൻ കഴിയാതെ പോയ ഒരു പെൺകുട്ടിയുണ്ട്. അവളുടെ പേര് പൂർണിമ എന്നാണ്. പല രീതിയിൽ ചികിത്സിച്ചു. അവളുടെ ഏറ്റവും വലിയ സ്വപ്നം അമ്മയെ അമ്മ എന്നൊന്ന് ഉച്ചരിച്ച് കാണാൻ എന്തെങ്കിലും ഭാഗ്യം ഉണ്ടാവണേ എന്നുള്ളതായിരുന്നു. പിൽക്കാലത്ത് അവൾ പറഞ്ഞതാണ്. അങ്ങനെ ഒരു സാധ്യതയുമില്ലാതെ ഒരുപാട് ചികിത്സിച്ചിട്ടും സങ്കടപ്പെട്ടിരിക്കുന്ന പൂർണിമ കൊട്ടാരക്കര നടയിൽ വെച്ചൊരിക്കൽ വല്ലാതെ വിമ്മിട്ടപ്പെട്ട് ഒരു പാട്ട് പാടി. ആ പാട്ട് സാമവേദം നാവിലുണർത്തിയ സ്വാമിയെ എന്ന പാട്ടാണ്. അമ്മയെന്ന് പോലും പറയാൻ കഴിയാതിരുന്ന പെൺകുട്ടി ആദ്യമായി സാമവേദം നാവിലുണർത്തിയ സ്വാമിയെ എന്ന് പാടി ഉടൻ തന്നെ എം ജി ശ്രീകുമാറിനെ ആലോചിച്ചു. എം ജി ശ്രീകുമാറിൻ്റെ പാട്ട് പാടുകയാണ്. അച്ഛനും അമ്മയും എല്ലാം കൂടെ വല്ലാതെ സന്തോഷിച്ച് വഴിപാടെല്ലാം കഴിച്ചതിന് ശേഷം ജഗതിയിലുള്ള എം ജി ശ്രീകുമാറിൻ്റെ വീട്ടിൽ ചെന്നു നന്ദി പറയാൻ. അപ്പോൾ നന്ദി പറയാൻ ചെന്നപ്പോൾ എം ജി ശ്രീകുമാർ പറഞ്ഞു, നന്ദിയൊക്കെ സ്വീകരിക്കാം, സന്തോഷം, പക്ഷേ ഉച്ചരിച്ചത് ഒരാൾ എഴുതിയ വാക്കാണ്. ആ വാക്കെഴുതിയ ആളെ പോയി ആദ്യം കാണണം എന്ന് പറഞ്ഞു. എനിക്ക് വലിയ സന്തോഷം തോന്നിയ ഒരു നിമിഷമാണത്. അപ്പോൾ ഞാനിത് അറിയുന്നില്ലല്ലോ, ആര് പറഞ്ഞിട്ടാണ് വരുന്നതെന്നറിയാൻ പാടില്ലാതെ 2 പേർ വീടിൻ്റെ വാതിക്കൽ വരികയാണ്. ഈ പൂർണിമയുടെ അച്ഛനും അമ്മയും. അപ്പോഴത്തേക്ക് വാർത്ത വളരെ നിറഞ്ഞിരുന്നു. ഇങ്ങനെ വല്ല സാമവേദം നാവിൽ നടത്തിയ സ്വാമിയെ എന്ന പാട്ട് ആദ്യമായി പാടി അതുവരെ പാടാൻ പോയിട്ട് ശബ്ദിക്കാൻ പോലും കഴിയാതിരുന്നൊരു പെൺകുട്ടി ശബ്ദിക്കുന്നു എന്ന് ഒരുപാട് പേർ വിശ്വാസം കൂടി പറയുന്നതാണ് എന്ന് വിചാരിച്ചു. ഈ ഭക്തി മൂത്ത് ചിലവർ ചില നാടകീയ രംഗങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് എന്ന് ചിലർ അവിശ്വസിച്ചു. ഈ വിശ്വാസത്തെ ഈ വാർത്ത വെറും കെട്ടുകഥയാണെന്ന് ചിലർ പറഞ്ഞു. അങ്ങനെയൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ 2 പേർ വീട്ടിൽ വരുന്നത്. വന്നിട്ട് ആ കുട്ടി എൻ്റെ കാൽപദങ്ങളിൽ തൊട്ടു. എന്നിട്ട് പറഞ്ഞു, അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. അമ്മയെന്ന് പിന്നീടാണ് പറഞ്ഞത്. ഈ വാക്കാണ് ആദ്യം ഉച്ചരിച്ചത്, സാമവേദം നാവിലുണർത്തിയ സ്വാമിയെ എന്ന്. ആ സാമവേദത്തിൻ്റെ എല്ലാ സൗന്ദര്യവും ആ ഗായികയുടെ പാട്ടുപാടാൻ ആഗ്രഹിക്കുക കൂടി ചെയ്ത പൂർണിമയുടെ നാത്തുമ്പിലേക്ക് എത്തിയ കാരുണ്യം, എഴുതാൻ നിയോഗം കിട്ടിയ ഒരാളെ തന്നെ കാണണം എം ജി ശ്രീകുമാർ പറഞ്ഞു, അതിനാലാണ് ഇങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞപ്പോൾ ആണ് ഞാൻ അത്ഭുതപ്പെട്ടത്. കാര്യം എല്ലാ തരത്തിലും ഒരു പാട്ടിൻ്റെ അവകാശിയാകാൻ സംഗീത സംവിധായകനും ഗായകനും ഒക്കെ മത്സരിക്കുന്ന ഈ ലോകത്ത് ആദ്യം ഈ പാട്ട് കൊണ്ടാടിയത് ഒരു പാട്ടെഴുത്തുകാരനാണ് എന്ന് വിചാരിക്കുന്ന ഒരു സാംസ്കാരിക ബോധമുണ്ടല്ലോ, അത് ശ്രീകുമാറേട്ടൻ എക്കാലത്തും ഇങ്ങനെ പങ്കുവയ്ക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഈ കുട്ടി അത് വീണ്ടും ഒന്നുകൂടെ പാടാൻ ഞാൻ പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ പാടാൻ നേരത്ത് ഈ കുട്ടി പറയുകയാണ്, ഈ പാട്ട് പാടാൻ നേരത്തൊക്കെ അയ്യപ്പസ്വാമിയോടൊപ്പം ഇങ്ങനെ ഞങ്ങളുടെ 2 പേരുടെയും രൂപം ഇങ്ങനെ ഉള്ളിലേക്ക് വരും എന്ന്. അപ്പോൾ എന്ത് ഭാഗ്യമാണെന്ന് ആലോചിക്കൂ. ദൈവത്തെ ആലോചിച്ച് ഒരു ഭക്തിഗാനം പാടാൻ നേരത്ത് ഒരുപക്ഷെ നമ്മളെ പരിചയപ്പെടുന്നതിന് മുമ്പേ നമ്മുടെയൊക്കെ രൂപം ആ കുട്ടി ഹൃദയത്തിൽ കൊണ്ടാടിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതിൽ ഒരുപക്ഷെ അതിശയോക്തിയൊക്കെ ഉണ്ടാവാം. പക്ഷേ അത് ഒരു എഴുത്തുകാരൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സാർത്ഥകമായ ഒരു നിമിഷമാണ്, അനുഗ്രഹീതമായ നിമിഷമാണ്. BMG തരങ്കിണി, അതായത് തരങ്കിണി BMG എന്ന് പറഞ്ഞ കമ്പനി ഏറ്റെടുത്തതിന് ശേഷം അതിലെ പാട്ടുകൾ എങ്ങനെയൊക്കെ വേണമെന്നതിൻ്റെ തീരുമാനം KK മേനോൻ എന്ന പാലക്കാടുള്ള ഒരു സംഗീതത്തിൽ നല്ല ബോധ്യമുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട്. AV വാസംപോറ്റ് സാറ്, PC അരവിന്ദൻ, അതുപോലെ തന്നെ ചൊവ്വല്ലൂർ വള്ളിപ്പുറം മോഹനേന്ദ്രൻ. അപ്പോൾ എൻ്റെ തലമുറയിൽ മറ്റൊരാൾ തരംഗിണിയിലേക്ക് എത്താൻ വല്ലാതെ പാടുപെടുന്നൊരു സമയമാണ്. അപ്പോൾ ആ സമയത്ത് ഈ ജയമാഷിൻ്റെ വർക്കുകളൊക്കെ ചെയ്ത് പാട്ടുകളൊക്കെ ഒരുക്കി നടക്കുന്ന സമയത്ത് അതിൻ്റെ ഓർക്കസ്ട്ര ചെയ്യുന്ന കലവൂർ ബാലൻ ചേട്ടൻ എന്നോട് പറഞ്ഞു, നമുക്കൊരിക്കൽ തരംഗിണിയിൽ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതൊക്കെ നടക്കുമോ ചേട്ടാ എന്ന് പറഞ്ഞു. അപ്പോൾ കലവൂർ ബാലനുമായിട്ട് ഒരുപാട് പ്രൊഫഷണൽ നാടകത്തിൽ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു വല്ലാത്തൊരു സ്നേഹബന്ധം, ആത്മബന്ധം, സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. ജയമാഷിൻ്റെ പാട്ടുകളുടെയൊക്കെ ഓർക്കസ്ട്രേഷൻ കലവൂർ ബാലനാണ്. ഇതുപോലെ ഭംഗിയായി നൊട്ടേഷൻ എഴുതുന്ന, ഓർക്കസ്ട്രയിൽ കണിശത വരുത്തുന്ന ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അത്രയ്ക്ക് കണിശതയാണ്. അദ്ദേഹത്തിന് കൂടുതൽ അവസരങ്ങൾ കിട്ടാതെ പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലല്ലോ. അപ്പോൾ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഇന്നുപോലെ നമുക്ക് തരംഗിണിയിൽ എഴുതാം എന്ന് പറയുന്നു. അപ്പോൾ KK മേനോൻ സാറുമായിട്ടുള്ള
ആ ബന്ധം ഉപയോഗിച്ച് എൻ്റെ പേര് നിർദ്ദേശിക്കുന്നു. അങ്ങനെ ഞാനും ബാലൻ ചേട്ടനും കൂടി 5 പാട്ടുകൾ തരംഗിണിക്ക്, 10 പാട്ടാണ്, അതിൽ 5 പാട്ട് വയലാർ ശാചണ്ഡവർമ്മയും 5 പാട്ട് ഞാനും. അതിൻ്റെ ഓം ഗണനാഥം എന്നാണ്. അപ്പോൾ അതിലാണ് പഴവങ്ങാടി ഗണേശൻ എൻ്റെ പിഴവെല്ലാം പൊറുക്കും ഗജാസൻ, അതുപോലെ തന്നെ അറിവിൻ്റെ കാവേരി, അതുപോലെ തന്നെ അഷ്ടിപോലും അന്യമായ എൻ്റെ ശിഷ്ടജന്മം, ഗണപതി, മധുർ ഗണപതി, ഇങ്ങനെയുള്ള ദാസാർ പാടിയ ഒരുപാട് നല്ല പാട്ടുകളുള്ള ആൽബമാണ്. അപ്പോൾ ഈ പാട്ടിൻ്റെ കമ്പോസിംഗ് ഒക്കെ കഴിഞ്ഞ് സന്തോഷിച്ചു. അതിൻ്റെ റെക്കോർഡിംഗ് സമയത്ത് ബാലൻചേട്ടൻ ആലപ്പുഴയിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പിറ്റേ ദിവസം രാവിലെ തരംഗിണി സ്റ്റുഡിയോ വെള്ളയമ്പലത്താണ്, അവിടെ ചെല്ലണം, ദാസാറിനെ കാണണം. ദാസാർ ഇച്ചിരി ചൂടായിട്ടിരിക്കുകയാണ്, ഒരു പദം മാറ്റണം. ആ പദം ദാസാറിന് ഇഷ്ടമായില്ല, അത് വ്യക്തിപരമാണ്, വ്യക്തിപരമാവാതെ എല്ലാ ഭക്തന്മാരെയും സംബോധന ചെയ്യുന്ന പദമായിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഏത് പാട്ടിൽ ഏത് പദപ്രയോഗമാണെന്നുപോലും അറിയാൻ പാടില്ല. ഞാൻ വല്ലാതെ അന്ന് ആ രാത്രി ഉറങ്ങിയില്ല. ഞാൻ രാത്രി ഉറങ്ങാതെ 3 മണിക്കുള്ള ട്രെയിനിൽ കയറി ചേർത്തലയിൽ നിന്ന് തിരുവനന്തപുരത്തെത്തി. അവിടെ KSRTCയുടെ ഒരു സ്ഥലത്ത് കുളിച്ച് തരംഗിണി സ്റ്റുഡിയോയിൽ കറക്റ്റ് 9 മണിക്ക് തന്നെ കാത്തു. ദാസാറിനെ അടുത്ത് കാണുന്ന ഒരു അവസരമാണ്, ഏറ്റവും അടുത്ത് കാണുന്ന ആദ്യത്തെ അവസരമാണത്. യേശുദാസ് നമ്മുടെ പാട്ട് പാടുന്നു എന്നതിനപ്പുറം, തരംഗിണിയിൽ നമ്മുടെ പാട്ടുണ്ടാവുന്നതിനപ്പുറം, ഒരുപക്ഷെ ലോകത്തെമ്പാടുമുള്ള ഭക്തിഗാന പ്രേമികൾക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ടിൻ്റെ ഭാഗമാവുക എന്ന് പറയുന്നൊരു ആഗ്രഹമുണ്ടല്ലോ. 2000 വർഷം. അത് 2000 ആണ്ടിൽ തരംഗിണിയുടെ ഒരു പ്രൗഢകാലം, അത് BMG ഏറ്റെടുത്തതിന് ശേഷവും നിലനിന്ന കാലം. അപ്പോൾ അദ്ദേഹം ഒരു 9:30 ആയപ്പോഴത്തേക്ക് തരംഗിണി സ്റ്റുഡിയോയിലേക്ക് കയറി വന്നു. അത് വല്ലാതെ ഒരു സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നത് പോലെയാണ് തോന്നുന്നത്. ഭസ്മത്തിൻ്റെ മണമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു അദ്ദേഹം ആദ്യം ചൂടാവുമെന്ന്. പക്ഷേ എന്നോട് പറഞ്ഞു, ഒരു ചെറിയ പിശകുണ്ട്. അതായത് ഭക്തൻ മാത്രമല്ല ഭക്തിഗാനം, ഭക്തിഗാനം എല്ലാ ഭക്തരുടേതുമാണ്. അപ്പോൾ ഞാനന്ന് ഉപയോഗിക്കാതെ നമ്മളന്ന് ഉപയോഗിക്കുന്ന തരത്തിലുള്ള അർത്ഥം ഒരു പാട്ടിലുണ്ടാണ്, അത്രേ വിചാരിച്ചുള്ളൂ എന്ന് പറഞ്ഞു. അഖിലർക്കും അയ്യപ്പനാണ് എന്നുള്ളത് കൊണ്ടാണ്, എൻ്റെ അയ്യപ്പൻ എന്നല്ല, അഖിലർക്കും അയ്യപ്പൻ, ആ ഒരു പ്രയോഗമായിരിക്കണം എപ്പോഴും ഒരു ഭക്തിഗാനത്തെ ജനകീയമാക്കാൻ എന്നുള്ളത് അദ്ദേഹം നിഷ്കർഷിക്കാറുണ്ട്. ഇപ്പോൾ സംഗീത സംവിധായകൻ ഈ പാട്ട് പാടുമ്പോൾ ഇല്ല, കലവൂർ ബാലൻ ചേട്ടന് ദാസാറ് പാടുമ്പോൾ ഇല്ലാത്ത ഒരവസ്ഥയുണ്ടായി പല കാരണങ്ങളാൽ. അദ്ദേഹത്തിന് വേറെ തിരക്കുകളിലോ എന്തൊക്കെ പെട്ടു. പക്ഷേ എനിക്ക് ഈ കാരണം കൊണ്ട് സാക്ഷാൽ ഗാനഗന്ധർവൻ പാടുന്നത് കേൾക്കാൻ, റെക്കോർഡിസ്റ്റ് കരുണാകരൻ ചേട്ടൻ്റെ അടുത്ത് ഇരുന്ന് യേശുദാസ് പാടുന്നത് കേൾക്കാനുള്ള ഭാഗ്യമുണ്ടായി. അപൂർവ ഭാഗ്യം എന്നൊക്കെ പറയില്ലേ. അപ്പോൾ പാടിക്കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനന്ന് കമ്പ്യൂട്ടറിൽ ഇങ്ങനെ സ്കാൻ ചെയ്ത് അത് നോക്കി പാടുന്ന ആ കാലത്തിന് മുമ്പുള്ളൊരു കാലമാണ്. അപ്പോൾ അദ്ദേഹം തന്നെ ഒരു പേപ്പർ എടുക്കും, വളരെ ചിട്ടയോടെ ആരെഴുതി, ആര് സംഗീതം ചെയ്തു, എന്ന് പാടുന്നു, അത് ഇന്ന തീയതി ഇന്ന ആഴ്ച, ഒരു വ്യാഴാഴ്ചയായിരുന്നു, അപ്പോൾ വ്യാഴം എന്ന് വരെ എഴുതി. അതൊരു അദ്ദേഹത്തിൻ്റെ ഒരു നിർബന്ധമാണ്, ചിട്ടയാണ്. അത് എഴുതിയതിന് ശേഷം ഇത് പാടും അദ്ദേഹത്തിന് വളരെ സ്പീഡിലാണ് എഴുതുന്നത്. അക്ഷരങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഇത് സൂക്ഷിച്ച് വയ്ക്കാനുള്ളതൊന്നുമല്ലല്ലോ. നമ്മുടെ ലിറിക്സ് നോക്കിയിട്ട് അദ്ദേഹം എഴുതിയിട്ട് അദ്ദേഹം പാടും. പാടിയതിന് ശേഷം അദ്ദേഹം ഇതിങ്ങനെ ചുരുട്ടിക്കൂട്ടി മാറ്റിയിടും. കാര്യം അത് വേണ്ട, കാര്യം പാടിക്കഴിഞ്ഞല്ലോ. അപ്പം ഞാനിത് ഗാനഗന്ധർവൻ്റെ കൈപ്പടയല്ലേ, സൂക്ഷിച്ച് വയ്ക്കാമല്ലോ എന്നോർത്തിട്ട് പതുക്കെ ഇതെടുത്തു. അദ്ദേഹം ചുരുട്ടിക്കൂട്ടി, അത് അദ്ദേഹത്തിൻ്റെ അന്നത്തെ ഒരു ശൈലി അതായിരിക്കും. എഴുതി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം റഫായിട്ട് എഴുതുന്ന, അലക്ഷ്യമായിട്ട് എഴുതുന്ന അക്ഷരമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇനി സൂക്ഷിക്കണ്ട എന്നോർത്തിട്ട് അദ്ദേഹം അത് ചുരുട്ടിക്കൂട്ടി മാറ്റിയിടും. പക്ഷെ ഞാനത് പതുക്കെ എടുത്ത് നിവർത്തി എൻ്റെ ബാഗിൻ്റെ അകത്ത് വയ്ക്കാൻ ശ്രമിച്ചപ്പോൾ അതെന്തിനാണ് അവിടെ നിന്ന് എടുത്തത് എന്ന് ദാസാർ അല്പം മുൻശുദ്ധിയോടെ തന്നെ എന്നോട് പറഞ്ഞു. എനിക്ക് വല്ലാത്തൊരു വേണ്ടായിരുന്നു എന്ന് തോന്നി. ഞാൻ പറഞ്ഞത് ദാസേട്ടൻ്റെ കൈപ്പടയാണ്, സൂക്ഷിച്ച് വയ്ക്കാനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ സൂക്ഷിച്ച് വയ്ക്കാനാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം ഒന്ന് പതുക്കെ തണുത്തു. എന്നിട്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ചുരുട്ടിക്കൂട്ടി ഇരുന്ന ആ വരി പതുക്കെ നിവർത്തിയിട്ട്, ഞാൻ നിവർത്തിയിട്ടും നിവരാതിരുന്ന ആ ചുളുക്കലൊക്കെ പതുക്കെ മാറ്റാൻ ശ്രമിച്ച് താഴെ ഗോഡ് ബ്ലെസ് യു, സ്വന്തം സഹോദരൻ യേശുദാസ് എന്നെഴുതി. അങ്ങനെ ഞാൻ എഴുതിയ 5 പാട്ടിൻ്റെയും താഴെ
സ്വന്തം സഹോദരൻ യേശുദാസ് എന്ന് പറഞ്ഞ് ഒപ്പിട്ട് തീയതി വെച്ച ആ ലിറിക്സ് ഞാനൊരു നിധി പോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഗാനഗന്ധർവനെ കാണാൻ വെള്ളപ്പൊട്ട് പോലെ ദൂരെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്തൊന്നെത്താൻ കൊതിച്ച നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ സ്വപ്നസാഫല്യമാണ് ആ ദർശനവും പിന്നീടുള്ള നിമിഷങ്ങൾ. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ഈ കുട്ടിക്കാലത്ത് കവിതകളൊക്കെ എഴുതുമ്പോഴും പിന്നീട് ഒക്ടോബർ 27 തുലാമ്പത്തിന് വയലാറിൻ്റെ വീട്ടിലേക്ക് നമ്മൾ പോകുമ്പോഴും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞു മോഹം ഉണ്ടായിരുന്നു, ഒരു പാട്ടെങ്കിലും എഴുതണം എന്ന്. ഒരു 15 വയസ്സ് 14 വയസ്സിലൊക്കെ തുടങ്ങിയ ഒരു ആഗ്രഹമാണ്. ആ ആഗ്രഹം 19 വയസ്സിലേ സാധ്യമായി. അത് രാജൻ ബി ദേവ് സംവിധാനം ചെയ്യുന്ന ഒരു സമിതി എൻ്റെ വീടിനടുത്ത് തന്നെ ഉണ്ട്, ചേർത്തല ശൈലജ. അപ്പോൾ അതിൽ ഒരു പാട്ട് എഴുതുമ്പോൾ രാജൻ ബി ദേവുമായിട്ട് പരിചയപ്പെടാമല്ലോ, ഒരു സന്തോഷമാണ്. അപ്പോൾ രാജൻ ബി ദേവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാ പരിമിതികളെയും അതിജീവിച്ച് ദക്ഷിണേന്ത്യയിൽ നിറഞ്ഞു നിന്നൊരു നടൻ, ക്യാമറ ഫേസിലെന്ന് ആൾക്കാർ കളിയാക്കിയ നടൻ, സ്വന്തം വീടില്ലാതെ പോയ ആൾ നാടകം കാരണം. അപ്പോൾ ആൾ കാർലോസ് എന്ന് പറയുന്ന ഇന്ദ്രജാലത്തിലെ കഥാപാത്രത്തിലൂടെ അത്ഭുതകരമായി വെള്ളിത്തിരയിലെത്തുകയും പിന്നീട് ജെന്റിൽമാൻ, സൂര്യനൊക്കെ അങ്ങനെ സിനിമകളിലൂടെ ചേർത്തലക്കാർക്ക് വല്ലാത്ത ആരാധനയും ആവേശവും ഒക്കെയാണ് രാജൻ ബി ദേവ്. അപ്പോൾ രാജൻ ബി ദേവിന് ഞാൻ ഒരു 15 വയസ്സ് തൊട്ട് കത്തെഴുതാൻ തുടങ്ങി. അപ്പോൾ അനുകൂലമായ അവസരമുണ്ടെങ്കിൽ അറിയിക്കാം, ഇതാണ് മറുപടി. അത് പിന്നീട് ജൂബിലിയുടെ സെക്രട്ടറി ആയിരുന്ന മുകുന്ദൻ ചേട്ടനാണ് എഴുതുന്നതെന്നും രാജൻ ബി ദേവ് ഇത് അറിയുന്നില്ലെന്നും പിന്നീട് എനിക്ക് മനസ്സിലായി. പക്ഷേ രാജൻ ബി ദേവിൻ്റെ ജൂബിലി തിയേറ്റേഴ്സിൽ പാട്ടെഴുതാൻ ഒത്തില്ലെങ്കിലും അദ്ദേഹം സംവിധാനം ചെയ്യുന്ന ചേർത്തല ശൈലജയിലെങ്കിലും എഴുതണം എന്നോർത്തിട്ട് ഞാനൊരു 16 വയസ്സിൽ തുടങ്ങിയ ശ്രമം 19 വയസ്സിൽ സഫലമായി. പക്ഷേ രാജൻ ബി ദേവ് ആ സമിതിയിൽ ആ വർഷം സംവിധാനം ചെയ്യാനില്ലായിരുന്നു. വല്ലാത്ത സങ്കടമായിപ്പോയി. രാജൻചേട്ടനുമായിട്ട് സഹകരിക്കണമെന്ന് ആഗ്രഹം. കാര്യം കാട്ടുകുതിര, അദ്ദേഹത്തിൻ്റെ വേതാളം വൈലി എന്ന കഥാപാത്രം, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്ന് പറയുന്നതാണ്. ബെന്നി പി നായരമ്പലത്തെ അദ്ദേഹം കൊണ്ടുവന്നത്, അതിനുശേഷം ബെന്നി പി നായരമ്പലത്തിൻ്റെ ഒരു ഉയർച്ചയും അദ്ദേഹത്തിന് അവസരങ്ങൾ കൊടുത്തതിലുള്ള ആ ഉദാര മനസ്ക്, ഇതൊക്കെ നമ്മളെ വല്ലാതെ ആകർഷിച്ചു. പക്ഷേ രാജൻ ബി ദേവുമായിട്ട് സഹകരിക്കാനാവില്ല. പക്ഷേ അടുത്ത വർഷം എൻ്റെ വീടിനടുത്തുള്ള കട്ടിക്കാട് എന്ന് പറഞ്ഞ വലിയ കുടുംബമുണ്ട്. ആ കുടുംബത്തിലെ തങ്കുട്ടപ്പണിക്കർ എന്ന് ഞങ്ങളൊക്കെ വിളിക്കുന്നത് തങ്കുട്ടപ്പണിക്കരേട്ടൻ, പത്മനാഭ പണിക്കർ എന്ന് പറയുന്ന അദ്ദേഹം ഈ ശൈലജയിൽ എന്നെ കൊണ്ടുപോകുന്ന പോലെ തന്നെ രാജൻ ബി ദേവിൻ്റെ അടുത്തും കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, രാജ എന്തെങ്കിലും ചെയ്യാനൊക്കെ ചെയ്യും എന്ന് പറഞ്ഞു. അങ്ങനെ രാജൻ ബി ദേവ് സിനിമയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അദ്ദേഹത്തിന് A ട്രൂപ്പ്, B ട്രൂപ്പ്, ഗാനമേള 3 സമിതികൾ. 3-ൽ 3 പേർ എഴുതുന്നു, വലിയ നടന്മാർ അഭിനയിക്കുന്നു. അതിൻ്റെ ഉദ്ഘാടനത്തിന് സുരേഷ് ഗോപിയും മോഹൻലാലും ഒക്കെ വരുന്നു. അങ്ങനെ വലിയ ഉത്സവാന്തരീക്ഷമാണ്. ഒരു സിനിമയുടെ സെറ്റ് പോലെയാണ് അദ്ദേഹത്തിൻ്റെ നാടകത്തിൻ്റെ ക്യാമ്പ്. അങ്ങനെ ആലയം സ്നേഹാലയം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ നാടകത്തിൽ എനിക്കൊരു അവസരം കിട്ടുകയാണ്. വല്ലാത്തൊരു സന്തോഷകരമായ കാര്യമാണ്. പിൽക്കാലത്തൊരു സിനിമയിൽ എഴുതുമ്പോൾ പോലും അത്രയ്ക്ക് സന്തോഷം, അത്രയേറെ ഒരു രാത്രി ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥയൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയാണ് ഞാൻ രാജൻ ബി ദേവിൻ്റെ നാടകത്തിൽ പാട്ടെഴുതുന്നത്. രാജൻ ബി ദേവിൻ്റെ നാടകത്തിൽ പാട്ടെഴുതിയ ആ ദിവസം എനിക്കൊരിക്കലും മറക്കാനാവില്ല. കാര്യം ഒരു മൂലയിലേക്ക് മാറ്റി നിർത്തിയിട്ട് അദ്ദേഹം ഒരു കവറിൽ 250 രൂപ തന്നു. 250 രൂപ. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, രാജൻ ചേട്ടാ രാഹുകാലം കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ രാഹുകാലമൊക്കെ നോക്കി രാവിലെ ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. അപ്പോൾ രാഹുകാലം കഴിയാതെ ഈ പാട്ട് തരരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു. രാഹുകാലം കഴിഞ്ഞിട്ട് പാട്ട് രാജൻ ചേട്ടൻ്റെ കയ്യിൽ തന്ന് എന്ന് പറയുമ്പോൾ, അല്ലല്ല രാഹുകാലം നോക്കണ്ട, നിനക്ക് യോഗം ഉണ്ടെങ്കിൽ നീ രക്ഷപ്പെടും എന്ന് പറഞ്ഞിട്ട് രാഹുകാലവും നോക്കാതെ ഒന്നും നോക്കാതെ ദൈവത്തെ പ്രാർത്ഥിച്ച് ഈ പാട്ട് മേടിച്ച് 250 രൂപ കവറിലുണ്ടായിരുന്നു. എൻ്റെ ആദ്യത്തെ പ്രതിഫലമാണ്. ഈ 32 വർഷക്കാലം പാട്ടെഴുതി മാത്രം ജീവിക്കുകയാണ്. ആ 250 രൂപ ഗുണകരമായി. ആദ്യത്തെ നാടകത്തിൽ പാട്ടെഴുതിയെങ്കിലും അത്ര വലിയ ശ്രദ്ധയൊന്നും കിട്ടാതിരുന്ന എനിക്ക് രാജൻ ബി ദേവുമായിട്ടുള്ള ആദ്യത്തെ നാടകം, ആ നാടകത്തിലെ പാട്ട് ഒരുപാട് ശ്രദ്ധ നേടിയ പാട്ടാണ്. പിൽക്കാലത്ത് എനിക്ക് പ്രൊഫഷണൽ നാടകത്തിൽ സജീവമാകാനുള്ള അവസരമുണ്ടായ പാട്ടാണ്. അപ്പോൾ ആ നാടകത്തിൽ എനിക്കൊരിക്കലും മറക്കാനാവാത്ത അതിൻ്റെ ഉദ്ഘാടന ദിവസമാണ്. ആ ഉദ്ഘാടന ദിവസം
ഞാൻ എൻ്റെ അച്ഛനെ ആ നാടകം കാണിക്കാൻ കൊണ്ടുപോയി. എനിക്ക് അന്ന് ആ നിമിഷം വരെ മറ്റൊരാളോട് സംസാരിക്കാനുള്ള ശേഷിയില്ലായിരുന്നു. എൻ്റെ അച്ഛൻ വല്ലാത്തൊരു വിക്കനായിരുന്നു. എൻ്റെ അച്ഛൻ്റെ സഹോദരന്മാർ വിക്കന്മാരാണ്, സഹോദരിമാർ പോലും വിക്കുകളാണ്. ഇപ്പോഴും അവരൊക്കെ വിക്കന്മാരാകട്ടോ. അച്ഛൻ മരിച്ചുപോയി. ഞാനും അതുപോലെ തന്നെ 10-22 വയസ്സ് വരെ മറ്റൊരാളോട് സംസാരിക്കാൻ ഒരു തരത്തിലും സാധ്യതയില്ലാതെ, അധ്യാപകൻ്റെ ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരവും നൽകാൻ ഒരു തരത്തിലും ഗതിയില്ലാതെ ഇങ്ങനെ ബുദ്ധിമുട്ടി ഇരുന്നോളാൻ പറയും. എന്നെയാണ് രായമ്പേത് പാട്ട് എഴുതിച്ചിട്ട് ഉദ്ഘാടനത്തിന് ആദ്യം പ്രസംഗിക്കാൻ വിളിക്കുന്നത്. അപ്പം 3 പേര് പ്രസംഗിക്കുമെന്നും അനൗൺസ് ചെയ്യുകയാണ്. ആദ്യം ശ്രീ ബെന്നി പി നായരമ്പലം എന്ന് പറഞ്ഞു. അപ്പോൾ ബെന്നി ചേട്ടൻ കയറി നാടകം എനിക്ക് രാജൻ ചേട്ടൻ ഗുരുവാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ വൈകാരികമായ തലത്തിൽ ഈ നാടകത്തെ അവതരിപ്പിച്ച് സംസാരിച്ചു. അതിനുശേഷം ആ പാട്ടിൽ ഈ നാടകത്തിൽ തന്നെ ഞാനൊരു പാട്ട്, വേറെ 2 പാട്ട് എഴുതിയിരിക്കുന്നത് വയലാർ ശരച്ചൻ്റെ ഓർമ്മയാണ്. അപ്പോൾ അദ്ദേഹം 2 വാക്ക് പറഞ്ഞു. അതിനുശേഷം എന്നെ വിളിച്ചു. ഞാൻ ഇതുവരെ ഞാൻ മൈക്കിന് മുമ്പിൽ എത്തിയിട്ടില്ല. ഞാൻ 2 വാക്ക് പറയുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എൻ്റെ പണിയല്ല അത്. എനിക്ക് സംസാരിക്കാനാവില്ല. 22 വയസ്സ് വരെ എൻ്റെ നാട്ടുകാരോ ആരോ ഞാൻ മര്യാദയ്ക്ക് സംസാരിക്കുന്നത് കേട്ടിട്ടില്ല. പാരമ്പര്യമായി എനിക്ക് കിട്ടിയ വിക്ക് എൻ്റെ കുഞ്ഞിനെ സങ്കടപ്പെടുത്തിക്കളയും, അപമാനിതനാക്കും, നാണം കെടുത്തിക്കളയും എന്ന് ഉറപ്പിച്ചുകൊണ്ട് എൻ്റെ അച്ഛൻ വിയർത്ത് മുമ്പിലിരിക്കുകയാണ്. അച്ഛൻ്റെ കണ്ണിൽ നിന്നും ഇങ്ങനെ നിറച്ച് കണ്ണുനീര് ഒഴുകുന്നുണ്ട്. എൻ്റെ കുഞ്ഞ് ഇപ്പോൾ അപമാനിതനാകാൻ പോവുകയാണ്. ഏറ്റവും വലിയ ആദരിക്കപ്പെടാൻ സാധ്യതയുള്ളൊരു വേദിയിൽ എൻ്റെ കുഞ്ഞ് കരഞ്ഞ് തളർന്ന് വീഴാൻ പോവുകയാണെന്ന് അച്ഛന് നല്ല ഉറപ്പാണ്. കാര്യം പലരും ചോദിച്ചിട്ടും ഉത്തരം പറയാത്തവനാണ് അവന് കഴിയില്ല. എന്ന് വാക്കുച്ചരിക്കാൻ അവന് കഴിയില്ല. കാര്യം ദവിടെ എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടുന്ന സമയമാണ്. ആ സമയത്ത് മൈക്കിന് മുമ്പിൽ നിന്നുകൊണ്ട് എനിക്ക് അവസരം നൽകിയ രാജൻ ചേട്ടനോടും ഈ നാടകത്തെക്കുറിച്ചും എൻ്റെ മുമ്പിൽ എന്നെ ചേർത്ത് പിടിച്ച് 4 വയസ്സിൽ അമ്മ നഷ്ടപ്പെട്ടതിന് ശേഷം എന്നെ വളർത്തിയ എൻ്റെ അച്ഛനോട് നന്ദി പറഞ്ഞും വിക്കില്ലാതെ ആദ്യമായി സംസാരിച്ചു. എൻ്റെ 22ാമത്തെ വയസ്സ് തൊട്ട് ഞാൻ ഈ നിമിഷം വരെ ഇന്ത്യക്ക് അകത്തും പുറത്തും ഒരുപാട് പ്രഭാഷണ വേദികളിൽ പോകുമ്പോഴൊക്കെ ഓർക്കാറുള്ളത് എൻ്റെ പാട്ടെഴുത്ത് ജീവിതത്തെക്കുറിച്ചല്ല. അതൊരുപാട് പേരുടെ സഹായം കൊണ്ടുണ്ടായ സംഘകലയുടെ സൗന്ദര്യമാണ്. ആരുടെയും സഹായമില്ലാതെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുകയാണ്. ഈ സംസാരം എനിക്ക് കരുത്താക്കി മാറ്റിയ ഏതോ ഒരു ശക്തി എൻ്റെ ഉള്ളിലുണ്ട്. പാരമ്പര്യമായി കിട്ടിയ വിക്ക് പോലും ഇല്ലാതാക്കി കളയുന്ന അപൂർവമായൊരു കാരുണ്യം. അച്ഛനൊരിക്കൽ ചേർത്ത് പിടിച്ച് പറഞ്ഞു, സാക്ഷാൽ EMSന് ദൈവം കൊടുക്കാത്ത അനുഗ്രഹമാണ് വിക്ക് മാറ്റി കൊടുക്കുക എന്നത്. EMS പോലും ചിലപ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും തൻ്റെ ആശയങ്ങൾ ഭംഗിയായി ഉപയോഗിക്കാൻ, തൻ്റെ ഈ വാക്കുകൾക്ക് തടസ്സമുണ്ടാക്കുന്ന രീതിയിലുള്ള ഈ വിമിഷ്ടമൊന്ന് മാറണേ എന്നാഗ്രഹിക്കുമല്ലോ. പക്ഷെ അദ്ദേഹത്തിന് പോലും കിട്ടാത്ത എന്തോ കാരുണ്യം എന്നിൽ കലാശിക്കുകയാണ്. തട്ട് കിട്ടി ഉണ്ടായ വിക്കല്ല. ചിലർക്ക് തട്ട് കിട്ടിയൊക്കെ ഉണ്ടാവും വിക്ക്. മുകളിലേക്കൊക്കെ കയറി ചെല്ലുമ്പോൾ ഒരു തട്ട് കിട്ടി. പിന്നെ ഇത് പാരമ്പര്യമായി അച്ഛൻ നൽകിയതാണ്. അതൊരു നിമിഷം ഇല്ലാതാക്കി കളഞ്ഞ കാരുണ്യത്തെ ഞാൻ ആലോചിക്കുകയാണ്. ഗുരുക്കന്മാരുടെ കാരുണ്യമുണ്ടെങ്കിൽ എല്ലാ തരത്തിലുള്ള വിഘ്നങ്ങളും തീരുമെന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞ ഒരു 94-ലെ മാർച്ച് മാസത്തിലെ ആ സന്ധ്യയെ ഞാൻ ഈ സമയം കൊണ്ടാടുന്നു. ഈ അമ്മയില്ലാതായിപ്പോയ വീട്ടിൽ ഞാനും എൻ്റെ അനിയനും അച്ഛനും തമ്മിലുള്ളൊരു ജീവിതമുണ്ട്. ഓർത്തെടുത്താൽ ചിലപ്പോൾ സന്തോഷകരമായ ഒന്നുമില്ലാത്ത ബാല്യവും കൗമാരവുമാണ് എനിക്ക്. പക്ഷേ ഞങ്ങൾക്ക് വല്ലാത്ത സ്വപ്നമുണ്ടായിരുന്നു. ആ സ്വപ്നത്തിൽ 2 പേരാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഒന്ന് തുലാം 10, ഒക്ടോബർ 27 തുലാം 10. തുലാം 8 കഴിയുമ്പോൾ അച്ഛൻ കരയാൻ തുടങ്ങും. അച്ഛൻ്റെ സങ്കടം വയലാറിനെക്കുറിച്ച് ഓർത്താണ്. അകാലത്തിൽ പിരിഞ്ഞുപോയ മഹാകവിയെക്കുറിച്ച് ഓർത്ത്. വയലാർ 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 എന്നിങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ വിചാരിച്ചത് ഞങ്ങളുടെ ബന്ധു, അടുത്ത കുടുംബ ബന്ധുവാണ് വയലാർ, അതുകൊണ്ട് അച്ഛന് സങ്കടം വരുന്നതാണെന്നാണ് ആദ്യത്തെ ഞങ്ങളുടെയൊക്കെ വിചാരം. പിന്നീടാണ് മനസ്സിലാവുന്നത് ഒരു നാടിൻ്റെ മുഴുവൻ വികാരമാണ് ഒരു കവി എന്ന്. ഔപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗ്യം പോലും ഇല്ലാത്തൊരുത്തൻ ലോകത്തിൻ്റെ എല്ലാം പ്രിയങ്കരനാകുന്ന, അറിവിൻ്റെ നിധിയാകുന്ന, മഹാപ്രതിഭയാകുന്ന ഒരു വല്ലാത്ത മാറ്റമുണ്ടല്ലോ. അതിനുശേഷം ഞങ്ങൾ 3 പേരും എപ്പോഴും കൊണ്ടാടുന്ന ഒരു പേരാണ് യേശുദാസിൻ്റേത്. യേശുദാസിനെ കാണാൻ എവിടെ പോകാനും അച്ഛൻ സ്വാതന്ത്ര്യം നൽകുമായിരുന്നു.
അച്ഛനോട് ചോദിക്കാതെ പോലും യേശുദാസിൻ്റെ കച്ചേരി കേൾക്കാൻ അയൽ ഗ്രാമത്തിൽ പോലും പോയിട്ടുണ്ട്. അങ്ങനെ അച്ഛനോട് പോലും ചോദിക്കാതെ ഒരു യാത്ര നടത്തി ഞങ്ങൾ. ഒരു വാടക സൈക്കിളിൽ. അനുജനായിരുന്നു ഇഷ്ടം. അനുജൻ യേശുദാസിൻ്റെ പല തരത്തിലുള്ള ഫോട്ടോ ഡയറിയിൽ ഒട്ടിച്ച് വെച്ചിട്ട് യേശുദാസിനെ കാണണമെന്ന് വല്ലാത്ത ആഗ്രഹം കൊണ്ട് നടക്കുന്ന സംഗീത വിദ്യാർത്ഥിയായ ഒരു പയ്യൻ. അവന് അന്ന് 14 വയസ്സ്, എനിക്കന്ന് 15 വയസ്സ്. യേശുദാസിനെ കാണാൻ ഞങ്ങൾ കിടങ്ങാമ്പറമ്പ് അമ്പലത്തിലെ ഗാനമേളയ്ക്ക് ഒരു വാടക സൈക്കിളിൽ ചേർത്തലയിൽ നിന്നും ചവിട്ടിപ്പോവുകയാണ്. ചവിട്ടിപ്പോയിട്ട് മാരാരിക്കുളത്തെത്തിയപ്പോൾ സൈക്കിളിൻ്റെ കാറ്റ് തീർന്നു, പഞ്ചറായിപ്പോയി. 5-6 വീടിന് അകലെ ഒരിടത്ത് പഞ്ചർ ഒട്ടിക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഉന്തിക്കൊണ്ട് അവിടെ ചെന്നു. അപ്പോൾ ആ വീട്ടിൽ ഇറയത്തിരുന്ന് വെറ്റിക്കോട്ട് ഇട്ട് ഒരു പെൺകുട്ടി കഞ്ഞി കുടിക്കുകയാണ്. വല്ലതും കഴിച്ചോ കുഞ്ഞേ എന്ന് അവിടെ നിന്നൊരു അമ്മ ചോദിക്കുന്നുണ്ട്. ആദ്യമായി എന്തെങ്കിലും കഴിച്ചോ എന്നൊരു സ്ത്രീ ചോദിക്കുന്ന എൻ്റെ മനസ്സിലെ ആദ്യത്തെ ചിത്രമാണത്. ഞാൻ ആ അമ്മയുടെ നിർബന്ധം കാരണം ഞാനും എൻ്റെ അനുജനും ആ അപരിചിതയായ പെൺകുട്ടിയുടെ, ആ അമ്മയുടെ മകളുടെ കൂടെ ഇരുന്ന് ആ രാത്രി കഞ്ഞി കുടിച്ചു. ആ അമ്മയുടെ ഭർത്താവ്, ആ കുഞ്ഞിൻ്റെ അച്ഛൻ ഞങ്ങൾക്ക് പഞ്ചറൊട്ടിച്ച് തന്നു. പിന്നെ മാരാരിക്കുളത്ത് നിന്നും ഏകദേശം 12 കിലോമീറ്റർ ദൂരമുണ്ട് ആലപ്പുഴയ്ക്ക്. ആലപ്പുഴയിലെത്തി. ദൂരെ ഒരു വെള്ളപ്പൊട്ട് പോലെ ഗാനഗന്ധർവൻ പാടിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തൊന്നെത്താൻ കഴിയാതെ കയ്യിലുള്ള ഓട്ടോഗ്രാഫ് വല്ലാതെ സങ്കടത്തോടെ ചേർത്ത് പിടിച്ച് ഞങ്ങൾ ആ ശബ്ദം മാത്രം കേട്ട് തിരിച്ചു പോവുകയാണ്. ആ സമയത്ത് അങ്ങോട്ട് ആവേശത്തോടെ ചവിട്ടിയ അവൻ ഇങ്ങോട്ട് ഒരാവേശവുമില്ലാതെ തിരിച്ച് ചവിട്ടുന്നു. സൈക്കിൾ ചവിട്ടി ഞങ്ങൾ കിടന്നുറങ്ങി. ആ രാത്രി ഒരിക്കലും മറക്കാനാവില്ല. 2 വെള്ളി നൂല് പോലെ ഉണങ്ങിയ കണ്ണീർപ്പാടുമായിട്ട് എൻ്റെ അനുജൻ കിടന്നുറങ്ങുന്ന ആ രൂപം. ഒരു 6-7 ദിവസത്തിന് ശേഷം ആ മുറിയിലാണ് അവൻ മരിക്കുന്നത്. ഒരാത്മഹത്യയായിരുന്നു. യേശുദാസിനെ അടുത്ത് കാണാൻ കഴിയാതെ യേശുദാസിൻ്റെ പാട്ട് മാത്രം ഹൃദയത്തിൽ സൂക്ഷിച്ച് ഗാനഗന്ധർവൻ ലോകത്തെ ഏറ്റവും വലിയ ദൈവമാണെന്ന് എപ്പോഴും പറഞ്ഞ് ഗാനഗന്ധർവൻ അവാർഡ് മേടിക്കുന്നത് ടി വിയിൽ കണ്ട് യേശുദാസ് എന്ന് എപ്പോഴും ധ്യാനിച്ച് ജപിച്ച് മരിച്ചുപോയ ഒരനുജൻ്റെ സഹോദരനാണ് ഞാൻ. പിൽക്കാലത്ത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം യേശുദാസൻ്റെ സഹപ്രവർത്തകനായി എന്നെങ്കിലും എനിക്ക് പറയാൻ കഴിഞ്ഞു. തരംഗിണിയിൽ ഓം ഗണനാഥൻ പാടുമ്പോഴും അതുപോലെ സിനിമയിൽ പാടുമ്പോഴും ഒക്കെ ഞാൻ എൻ്റെ ഈ വൈകാരിക സങ്കടം ഗാനഗന്ധർവനോട് പങ്കുവച്ചിട്ടേയില്ല. അത് പങ്കുവയ്ക്കാതെ തന്നെ കാലം ഒരാളെ അടുത്ത് ചേർത്തിരുത്തും. കാലമാകുന്ന മഹാദൈവത്തിൻ്റെ പൂരിപ്പിക്കലാണ് ഈ സ്നേഹങ്ങളും സംഗമങ്ങളും. എന്നെപ്പോലൊരു സാധാരണക്കാരനായ ആരുമല്ലാത്തൊരുത്തനെ എന്തെങ്കിലുമൊക്കെ ആക്കുന്നത് ഈ അനുഗ്രഹമാണ്. എപ്പോഴും അത് അവൻ ആഗ്രഹിച്ചത് എന്നിലൂടെ പൂരിപ്പിക്കപ്പെടുന്നു എന്ന വല്ലാത്ത ധ്യാനചിന്തയാണ് എൻ്റെ മനസ്സിൽ.